എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഗോക്കുവാണെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് ഇപ്പൊ ക്യാറ്റിന്റെയും ഉണ്ടപ്പന്റെ അടുത്തേക്ക് മടങ്ങി വരികയാണ്. അവർക്കാണെങ്കിൽ ഗോക്കുവിനെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഗോക്കു ആണെങ്കിൽ ക്യാറ്റിനോട് പറയും, എന്റെ പവർ ബോൾ ഞാൻ തിരികെ പിടിച്ചു കഴിഞ്ഞു, കാമയെ കാണാനായിട്ട് ഞാനിപ്പോ തയ്യാറാണ്. ക്യാറ്റ് ആണെങ്കിൽ ഇപ്പൊ അവനെയും കൂട്ടി മുകളിലേക്ക് പോകും. ആ റൂഫ് ടോപ്പിലാണ് അവിടേക്ക് പോകാനുള്ള വഴി. ഗോക്കു ആണെങ്കിൽ ആവേശത്തിൽ ചാടിക്കയറും. തൊട്ടു പിന്നാലെ നമ്മുടെ ക്യാറ്റും ഹായി ആയിട്ട് പോകും. ഉണ്ടപ്പനാണെങ്കിൽ കയറാൻ ശ്രമിക്കും, പക്ഷെ അവന്റെ പിടിവിട്ട് പോവാണ്. പക്ഷെ എങ്ങനെയൊക്കെയോ അവൻ പിടിച്ചു വലിച്ച് മുകളിലേക്ക് കയറി വരും. ക്യാറ്റ് ആണെങ്കിൽ ഗോക്കുവിനോട് അവന്റെ ആ സ്റ്റിക്ക് അത് മുകളിൽ കാണുന്ന ആ ദ്വാരത്തിൽ വെക്കാനായിട്ട് പറയും. അത് ആ ദ്വാരത്തിൽ വെച്ച് കഴിഞ്ഞാൽ നിന്നെ ആ പവർ ബോള് ടെമ്പിളിൽ എത്തിക്കും. ഗോക്കു ആണെങ്കിൽ അതിന് തയ്യാറായി അവന്റെ സ്റ്റിക്ക് അത് ആ ദ്വാരത്തിൽ വെക്കാനായിട്ട് മുൻപോട്ടേക്ക് കടന്നു വരും. അടുത്ത നിമിഷം ക്യാറ്റ് ആണെങ്കിൽ ഒരു ബെല്ല് ഗോക്കുവിന് കൊടുക്കുകയാണ്. ഈ ബെല്ലും നിന്റെ കൂടെ ഉണ്ടാവണം. ഈ ഒരു ബെല്ലുള്ളവർക്ക് മാത്രമേ അദ്ദേഹത്തെ കാണാൻ കഴിയൂ. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ ആ ബെല്ലിലേക്ക് അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ആ സ്റ്റിക്ക് എടുത്ത് ഇപ്പൊ ആ ദ്വാരത്തിലേക്ക് ഇട്ട് പോവാൻ റെഡിയാവും. അടുത്ത നിമിഷം ഉണ്ടപ്പനാണെങ്കിൽ ഗോക്കുവെ തടയാണ്. നീ ഇത്രയും മോശപ്പെട്ട വസ്ത്രത്തിലാണോ അവിടേക്ക് പോകുന്നത്? കാമയെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് നീ ഇങ്ങനെ വസ്ത്രം ധരിച്ച് അവിടേക്ക് പോയാൽ. സോ അല്പം ഒരു നല്ല ഡ്രസ്സെങ്കിലും നീ ധരിക്കേ. അത് കേട്ട് ക്യാറ്റ് പറയും, നിന്റെ മുൻപിൽ ഇനി ഒട്ടും സമയമില്ല. മാത്രമല്ല ക്യാമെ, അദ്ദേഹം നിങ്ങൾ കരുതും പോലെയല്ല, വളരെ ജെന്റിലാണ്. വസ്ത്രധാരണ കണ്ടൊന്നും അദ്ദേഹം നിന്നെ വിധിക്കില്ല എന്ന് പറയും. ഉടനെ ഗോക്കു ആണെങ്കിൽ ഓക്കെ പറഞ്ഞ് ഇപ്പൊ പവർ ബോൾ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞ് അങ്ങനെ മുകളിലേക്ക് പോവാണ്. ഉണ്ടപ്പനാണെങ്കിൽ ഒരുപാട് ടെൻഷനോടും പ്രതീക്ഷയോടും കൂടെ ഗോക്കുവെ തന്നെ നോക്കും. ഗോക്കുവിന് അവന്റെ ലക്ഷ്യം അത് പൂർത്തീകരിക്കാൻ കഴിയട്ടെ. അതിനാ ക്യാറ്റ് പറയും, അതെ അത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇവിടെ ഗോക്കു ആ സ്റ്റിക്കിന്റെ സഹായത്താൽ മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ അവന്റെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടപ്പന്റെയും മാസ്റ്റർ റോഷിയുടെയും അതുപോലെ തന്നെ കുഞ്ഞിപ്പയ്യന്റെ മുഖം ഓർമ്മ വരും. ഉറപ്പായാലും നിങ്ങളുടെ ജീവൻ ഞാൻ തിരികെ പിടിക്കും, അതിലൂടെ നമ്മളുടെ പഴയ ലൈഫ് അത് തിരികെ കിട്ടുമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഇതാ കാമേ ഹൗസ് കാണിക്കും. ഇവിടെ നമ്മുടെ ലോഞ്ച് ആണെങ്കിൽ ഇപ്പൊ മാർഷൽ ആർട്സ് മാന്റെ പരിക്കലൊക്കെ ഡിസ്റ്റൻസ് ഒക്കെ വെച്ച് കെട്ടി ആളെ ബാക്ക് ടു നോർമൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പന്നിക്കുട്ടനാണെങ്കിൽ അവളോട് പറയും, നിനക്ക് വിരോധമില്ലെങ്കിൽ അല്പ ശുശ്രൂഷ എനിക്കും തന്നൂടെ. അത് കേട്ട് കൺട്രോൾ പോയ അവളാണെങ്കിൽ അറഞ്ചം പുറഞ്ഞ് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോഴായിരിക്കും TV ന്യൂസിൽ ആ ഒരു മോൺസ്റ്ററിനെ കൊന്ന് ഈ ലോകത്ത് തന്നെ രക്ഷിച്ച ഗോകുവിന്റെ ന്യൂസ് അവർ കാണുക. അവർക്കെല്ലാവർക്കും ആ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. ിന്റെ കയ്യിൽ നിന്ന് അടുത്ത ദിവസം ഒരു മെഡല് അത് ഗോകുവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന കാര്യം അവർ ന്യൂസിൽ മനസ്സിലാക്കും. ആണെങ്കിൽ പ്രതീക്ഷയോടുകൂടെ ഗോകുവിന് വേണ്ടി കാത്തിരിക്കുമ്പോഴായിരിക്കും ഡോറിൽ ആരോ നോക്ക് ചെയ്യുന്ന ശബ്ദം അത് അവർ കേൾക്കുക. അവർ ആവേശത്തിൽ ഡോർ തുറക്കും. ഒരുപാട് മീഡിയാസ് അകത്തേക്ക് തള്ളിക്കയറി വരികയാണ്. ആണെങ്കിൽ ഗണ്ണെടുത്ത് അവരുടെ തലയിൽ വെക്കും. അതിനവരാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് ഞങ്ങൾ അറ്റാക്ക് ചെയ്യരുത്, ഗോകുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അത് കേട്ട് ബുൽമയാണെങ്കിൽ ഇതിനെ സമാധാനപ്പെടുത്തി അവർക്കറിയാവുന്ന ഗോകുവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ മീഡിയാസിനോട് പറയും. പന്നിക്കുട്ടനാണെങ്കിൽ ഇപ്പൊ ഗോകുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ജലസ് തോന്നും. ഒരുപാട് പെൺകുട്ടികൾ ഗോകുവിന്റെ ചുറ്റും കൂടി അവനെ വീർപ്പ് മുട്ടിക്കുന്നതൊക്കെ കാണുമ്പോൾ അവനാണെങ്കിൽ നൈസായി മുകളിലേക്ക് കയറിപ്പോവും. അതിനുശേഷം ഗോകുവിന്റെ രൂപത്തിൽ അവൻ താഴേക്ക് വരികയാണ്. ഞാനാണ് നിങ്ങളുടെ ഗോകു എന്ന് പറഞ്ഞ് അവനിപ്പോ ന്യൂസ് റിപ്പോർട്ടേഴ്സിന് മുൻപിലേക്ക് വരും. റിപ്പോർട്ടർ ലേഡി ആണെങ്കിൽ ഇപ്പൊ ഗോകുവിനോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു മോൺസ്റ്ററിനെ അതിനെ കൊന്നത്? അതിന് ഗോകു പറയും, ഞാൻ അതിന് കൊല്ലുന്നതിന് മുൻപായിട്ട് ഞാൻ ഒരു ലേഡിയെ കിസ് ചെയ്തു. ടെക്നിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണമെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ലേഡീസ് എനിക്ക് കിസ് തരണം. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും അത് പന്നിക്കുട്ടനാണെന്ന്. ലോഞ്ച് ആണെങ്കിൽ വലിയൊരു ഹാമർ എടുത്ത് അവന്റെ തലയ്ക്കൊരു ഒറ്റയാട്ടി രൂപത്തിലേക്ക് മാറിയ പന്നിക്കുട്ടനാണെങ്കിൽ ഇപ്പൊ വീണ്ടും ബാക്ക് ടു നോർമൽ ആവുകയാണ്. അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ ഗോകു ആണെങ്കിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം ആകാശമാകെ കറുത്തിരണ്ട്. ഇപ്പൊ ഒരുപാട് മിന്നലും ഇടിയൊക്കെ ഗോകുവിന് നേരെ ആഞ്ഞടിക്കും. ഗോകു ആണെങ്കിൽ ആ മിന്നലിൽ പെട്ട് താഴേക്ക് പോകും. പക്ഷെ വീണ്ടും മുകളിലേക്ക് പിടിച്ചു കയറിക്കൊണ്ടേയിരിക്കും. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ആ കുഞ്ഞൻ മോൺസ്റ്ററിനെ കാണിക്കും. അതാണെങ്കിൽ കാട്ടിലൂടെ നടന്നു പോവാണ്. അവനാണെങ്കിൽ ദൂരത്തായിട്ട് ഇപ്പൊ ഒരു വീട് കാണും. അവൻ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലും. ആ വീടിന്റെ ഉള്ളിൽ ഒരു പപ്പയും മമ്മയും ആളുടെ മകളും അവർ 3 പേരും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ആ കുഞ്ഞാണെങ്കിൽ കേക്ക് കട്ട് ചെയ്യും. ആ സമയം അവളുടെ പപ്പയും അമ്മയും ചേർന്ന് അവൾക്കൊരു പ്ലെയിൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അവളത് ഹാപ്പി ആയിട്ട് ഓടിക്കുന്നത് കാണുമ്പോൾ ആ മോൺസ്റ്റർ വലിയ കല്ലെടുത്ത് അങ്ങനെ പൊട്ടിത്തെറിപ്പിക്കുകയാണ്. ആ ശബ്ദം കേട്ട് ഇപ്പോ ആ ഒരു പപ്പ ആളാണെങ്കിൽ ഗണ്ണെടുത്ത് പുറത്തേക്ക് ഓടി വരും. ചുറ്റും നോക്കും, അബ്നോർമൽ ആയിട്ട് പുറത്തൊന്നുമില്ല. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ വീടിന്റെ അകത്തേക്ക് കാണിക്കും. ആ ഒരു മോൺസ്റ്റർ അതങ്ങനെ ഹായ് ആയിട്ട് വീടിന്റെ അകത്ത് നിൽക്കുകയാണ്. അടുത്ത നിമിഷം ആ മോൺസ്റ്റർ ആണെങ്കിൽ ആ കേക്കും പ്ലെയിനും അവിടെയുള്ള ഓരോരോ സാധനങ്ങളായിട്ട് തകർക്കാനായിട്ട് തുടങ്ങും. അത് കണ്ട ആ വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ അതിന്റെ പിന്നാലെ ഓടുകയാണ്. അതാണെങ്കിൽ ഡോർ തുറന്ന് പുറത്തേക്ക് ഓടും. സ്പീഡ് കാരണം അവർക്ക് അതിന്റെ പിന്നാലെ പോകാൻ കഴിയില്ല. പക്ഷെ ഡോഗ് ആണെങ്കിൽ കുറച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കും. അത് പട്ടിലൂടെ ഉഷാറായിട്ട് ഓടി ഇപ്പൊ ഒരു കമ്പിൽ തട്ടി തെറിച്ചു വീഴും. ആ പട്ടിയാണെങ്കിൽ അതിന് നേരെ ചാടി വീഴുന്ന അടുത്ത നിമിഷം അതൊരു പവർ ഉപയോഗിച്ച് അതിനങ്ങനെ കത്തിക്കരിച്ച് തെറിപ്പിച്ച് കളയും. ശേഷം അതാണെങ്കിൽ ഇപ്പൊ അതിന്റെ പവർ തന്നെ നോക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ഗോകു അവനാണെങ്കിൽ ആ മിന്നലും ഇടിയൊക്കെ സഹിച്ച് മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അവൻ കാണും ദൂരത്തായിട്ട് ആകാശത്തൂടെ ഫ്ലൈ ചെയ്തു പോകുന്ന ആ ഒരു ടെമ്പിള്.
അവന്റെ സ്റ്റിക്ക് ആണെങ്കിൽ അതിൽ കണക്റ്റഡ് ആവും. അടുത്ത് കണ്ട ലാഡറിലൂടെ ഗോക്കു ആണെങ്കിൽ അള്ളിപ്പിടിച്ച് മുകളിലേക്ക് കയറുകയാണ്. ഇവിടെ നമ്മുടെ ഉണ്ടപ്പൻ അവൻ ക്യാറ്റ് കൊടുത്ത ആ ഒരു സീഡ് അതൊന്നായി കഴിച്ച് അവന്റെ വിശപ്പടക്കും. അതിനുശേഷം ആളോട് ചോദിക്കും, സത്യത്തിൽ ആ ഒരു ഉള്ള ആളുടെ നേച്ചർ എങ്ങനെയാണ്? ആള് പാവാണോ? ക്യാറ്റ് പറയും, കാമെ അവനൊരല്പം സ്കേറിയാണ്, പക്ഷെ ഗോക്കു ഉറപ്പായാലും അവൻ ഇംപ്രസ് ചെയ്യിപ്പിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. കട്ട് ചെയ്ത ഇവിടെ ഗോക്കു ആണെങ്കിൽ പതിയെ ആ സ്റ്റെപ്സ് മുകളിലേക്ക് കയറി വരും. ഒരുപാട് ദൂരത്തായിട്ട് അവൻ ആ ടെമ്പിൾ കാണും. അവൻ മുൻപോട്ടേക്ക് നടന്നു വരുമ്പോൾ ഒരു ബ്ലാക്ക് മാൻ കുരുവികൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് അവൻ കാണുകയാണ്. ഗോക്കു ആണെങ്കിൽ ഇപ്പൊ അവനോട് കാമയെ കുറിച്ച് ചോദിക്കും. അതിനവൻ പറയും, എന്റെ ഫ്രണ്ടാണ് കാമെ, അവൻ ആ കാണുന്ന ടെമ്പിളിലാണ് ഉള്ളത്, പക്ഷെ അവനെ കാണണമെങ്കിൽ അതിന് മുൻപായിട്ട് നിന്റെ കയ്യിൽ പാസ് ഉണ്ടാവണം. ക്യാറ്റ്, നിന്റെ കയ്യിൽ എന്തെങ്കിലും പാസ് അത് തന്നിരുന്നോ? അതിന് ഗോക്കു ആണെങ്കിൽ അവൻ കൊടുത്ത ബെല്ലെടുത്ത് കാണിക്കും. എനിക്ക് അവൻ തന്നത് ഈ ഒരു ബെല്ലാണ്. ബ്ലാക്ക് മാൻ പറയും, ഓക്കെ, ഈ ബെല്ല് തന്നെയാണ് അവിടേക്ക് പോകാനുള്ള പാസ്, പക്ഷെ അതിന് മുൻപ് ഒരു ടെസ്റ്റ് ഉണ്ട്, അത് നീ പാസ്സാവണം. മറ്റൊന്നുമല്ല, നീ എന്നോട് ഫൈറ്റ് ചെയ്ത് എന്നെ തോൽപ്പിക്കണം. എന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ നിനക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയും. ഗോക്കുവിനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. ഇതെനിക്ക് വളരെ ഇഷ്ടമുള്ള ടെസ്റ്റാണ്, ഞാനിതിന് ഓക്കെ ആണെന്ന് പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. അങ്ങനെ അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായിട്ട് ഫേസ് ടു ഫേസ് നോക്കി നിൽക്കും. ഗോക്കു ആണെങ്കിൽ അടുത്ത നിമിഷം ഇൻവിസിബിൾ ആവുകയാണ്. ആ ബ്ലാക്ക് മാൻ ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ഗോക്കു ആണെങ്കിൽ കറങ്ങി വന്ന് അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ബ്ലാക്ക് മാൻ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഗോക്കുവിന്റെ ലൊക്കേഷൻ കണ്ടെത്തി അവനെ പഞ്ച് താഴെ ഇടുകയാണ്. ഗോക്കു ആണെങ്കിൽ അവന്റെ മൂക്കൊക്കെ തുടച്ച് ഇത് വെറും ഒരു കോയിൻസിഡന്റ് ആണെന്ന് പറഞ്ഞ് വീണ്ടും അവനെ പഞ്ച് ചെയ്യാൻ ചാടി വരും. പക്ഷേ ബ്ലാക്ക് മാന്റെ അടുത്ത പഞ്ച് കൂടെ ആവുമ്പോൾ ഗോക്കുവിന് മനസ്സിലാവും അവൻ കരുതിയത് പോലെ അത്ര സിമ്പിൾ അല്ല, ഇവൻ വളരെ പവർഫുൾ ആണെന്ന്. ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഗോക്കുവിനെ കളിയാക്കും. അതിന് ഗോക്കു പറയും, ആ ഒരു മോൺസ്റ്ററിനെ വരെ തോൽപ്പിച്ചവരാണ് ഞാൻ, തീർച്ചയായിട്ടും നിന്നെ ഞാൻ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് ആണെങ്കിൽ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് അവന്റെ അടുത്തേക്ക് വരും. അവന്റെ പക്ഷികളാണെങ്കിൽ ഗോക്കുവിന്റെ ആക്ഷനൊക്കെ കണ്ട് ഭയന്ന് പറന്നു പോകും. ആ ബ്ലാക്ക് മാൻ ആണെങ്കിൽ ടെൻഷൻ ആവും. നിന്റെ ബാഡ് ആറ്റിറ്റ്യൂഡ് കണ്ടാണ് എന്റെ ബേർഡ്സ് പറന്നു പോയത്. അത് കേട്ട് നമ്മുടെ ഗോക്കുവിന്റെ ദേഷ്യം അത് 10 മടങ്ങാവുകയാണ്. നീ എന്നെ ഇറിറ്റേറ്റ് ചെയ്തു, ഞാൻ നിന്നെ ഇടിച്ച് സോപ്പാക്കുമെന്ന് പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ ചാടിയും കറങ്ങിയും ആളെ ചവിട്ടാനും പഞ്ച് ചെയ്യാനൊക്കെ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ അതെല്ലാം തന്നെ ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ്. ഓരോ തവണ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ആളാണെങ്കിൽ ഇൻവിസിബിൾ ആയി ഓരോ ഭാഗത്തേക്ക് പോകും. ഗോക്കു ആണെങ്കിൽ ചവിട്ടാനായിട്ട് ചാടി വരും. പക്ഷേ അവനാണെങ്കിൽ ഗോക്കുവിന്റെ കാല് ബ്ലോക്ക് ചെയ്ത് ദൂരേക്ക് വലിച്ചെറിയാണ്. ഗോക്കു ആണെങ്കിൽ വേദന കൊണ്ട് അടിച്ചു വീഴും. അപ്പൊ അങ്ങനെ സൂം ഔട്ട് ചെയ്ത ദൂരത്തായിട്ട് കാമയാണെങ്കിൽ ആ കാഴ്ച അങ്ങനെ കണ്ടു നിൽക്കുകയാണ്. ഇവിടെ ആ ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഇപ്പൊ ഗോക്കുവിനോട് പറയും, ഞാൻ വളരെ ഡിസപ്പോയിന്റഡ് ആണ്, ആക്ച്വലി നിനക്ക് ഒട്ടും പവറില്ല, നിന്നെ പോലെ ഒരാൾക്ക് ഒരിക്കലും കാമയെ കാണാനായിട്ട് കഴിയില്ല. ഗോക്കു ആണെങ്കിൽ ടെൻസ്ഡ് ആവും. ഒരിക്കലും ഇല്ല, ഇത് അവസാനിച്ചിട്ടില്ല, എനിക്ക് ഫൈറ്റ് ചെയ്യണം, ഫൈറ്റ് ചെയ്ത് നിന്നെ തോൽപ്പിക്കണം, അദ്ദേഹത്തെ കാണണം. അടുത്ത നിമിഷം ഗോക്കു ആണെങ്കിൽ അവന്റെ ഹാമേ പവർ അതുപയോഗിച്ച് ഇപ്പൊ ആ ബ്ലാക്ക് മാൻ അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ ആ ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഹായ് ആയിട്ട് ആ ഹാമേ പവർ അതങ്ങനെ വിഴുങ്ങിക്കളയും. ഗോക്കു ആണെങ്കിൽ ആ കാഴ്ച കണ്ട് വണ്ടർ അടിക്കും. ഓ നോ, എന്റെ ഹാമേ പവർ അതവൻ വിഴുങ്ങിക്കളഞ്ഞു. ഗോക്കുവിനാണെങ്കിൽ കൺട്രോൾ പോവും. അവൻ ചാടി വന്ന് വീണ്ടും ബ്ലാക്ക് മാനെ അറഞ്ചം പുറഞ്ഞ് തല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഹായ് ആയിട്ട് ഗോക്കുവിന്റെ ഓരോ പഞ്ചും തടഞ്ഞു കൊണ്ടേയിരിക്കും. അതിനുശേഷം അവൻ ഗോക്കുവെ തട്ടിത്തെറിപ്പിക്കും. ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ ഇത് ഞാൻ ആ മോൺസ്റ്ററിനെ തകർക്കാനായിട്ട് ഉപയോഗിച്ച ടെക്നിക്കാണെന്ന് പറഞ്ഞ് ഓടി വന്ന് ആളെ ചെയ്യും. പക്ഷെ ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഹായ് ആയിട്ട് മുകളിലേക്ക് പറന്നു പോകും. അതിനുശേഷം ഗോക്കുവിനോട് പറയും, സത്യത്തിൽ നിനക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ട്, പക്ഷെ അത് എങ്ങനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ ഉപയോഗിക്കണം എന്ന് നിനക്കറിയില്ല, അതാണ് ആദ്യം നീ പഠിക്കേണ്ടത്. അപ്പോൾ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത ഇവിടെ ആ ആളാണെങ്കിൽ ഇപ്പൊ ഗോക്കുയെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.